എടാ പലരും GTA 5 ഫോണിൽ കളിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വീഡിയോസ് ഇട്ടിട്ട് ലോക്കലിലുള്ള വേറെ കുറെ ഗെയിം എടുത്തിട്ട് കാണിച്ചു തരാറുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, GTA 5 ഒന്നും ഇതുവരെ ഫോണിലൊന്നും അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ലോക്കലി കുറച്ച് തേർഡ് പാർട്ടി വെബ്സൈറ്റ് ഒക്കെ യൂസ് ചെയ്ത് ചിലപ്പോൾ ഒത്തിരി കളിക്കാൻ പറ്റിയെന്നിരിക്കും. എന്നാലും അതൊന്നും PC-യിൽ അതേപോലെ കളിക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കേസ് ഏത് ഫോണായാലും നല്ല ലാഗ് വരുമായിരിക്കും. ഇനിയിപ്പോൾ ലാഗ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ നല്ല ബുദ്ധിമുട്ട് കാണും. അപ്പോൾ ദയവ് ചെയ്ത് ആരും പറയുന്ന ഇതുപോലുള്ള ഫേക്ക് ന്യൂസിലൊന്നും പോയി വീഴാതിരിക്കുക. നിങ്ങൾക്ക് GTA കളിച്ചേ പറ്റൂ. അതായത് ഒന്ന് കളിച്ച് അതിൻ്റെ എക്സ്പീരിയൻസ് മനസ്സിലാക്കിയേ പറ്റുമെങ്കിൽ GTA San Andreas ആൻഡ്രോയിഡിലും ഐഫോണിലും അവൈലബിൾ ആണ്. ഞാൻ സ്ഥിരമായിട്ട് കളിക്കുന്ന ഗെയിമും കൂടിയാണത്. ഒരു കാര്യം പറയുകയാണെങ്കിൽ ആ ഗെയിം നല്ല പെർഫോമൻസ് ആണ്, നല്ല മിഷൻസും കാര്യങ്ങളും ഉണ്ട്. പെട്ടെന്നൊന്നും ആ ഗെയിം തീരത്തില്ല, നല്ല രീതിക്ക് ഫോണിൽ കളിക്കാൻ പറ്റും. GTA San Andreas അതല്ലാതെ ഫോണിൽ GTA 5 ഫോണിൽ കളിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപകടമാണ്. അത് ഫോണിൻ്റെ ഡാമേജസ് കാര്യങ്ങൾ കൂട്ടത്തേ ഉള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവർക്കും PC ഒന്നും മേടിക്കാനുള്ള ഇത് കാണത്തില്ല, നമുക്ക് മനസ്സിലാവും. പക്ഷേ റോക്സ്റ്റാർ പോലുള്ള ഒരു ഗെയിം ഇറക്കുന്ന സമയത്ത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞു വരുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ. അവർ ഫോണിൽ കളിക്കുന്ന രീതിയിൽ അവർ അങ്ങനെ ഇറക്കാറില്ല. അപ്പോൾ ഇതുപോലുള്ള വെറുതെ കിടന്ന് പറയുന്ന ആൾക്കാർ, അതായത് റീൽ ഇറക്കാൻ വേണ്ടിയിട്ടും അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടും ഫോളോ കിട്ടാൻ വേണ്ടിയിട്ടും പറയുന്ന ആൾക്കാർ പറയുന്ന നിങ്ങൾ വിശ്വസിക്കരുത്. തേർഡ് പാർട്ടി ആപ്പിൽ നിന്നെങ്ങാനും GTA 5 ഒക്കെ എങ്ങനെയെങ്കിലൊക്കെ ഫയലൊക്കെ ഡൗൺലോഡ് ചെയ്തൊക്കെ എടുത്ത് വെച്ച് കളിച്ച് തുടങ്ങിക്കഴിഞ്ഞാലും നല്ല ലാഗ് കാണും, ഫോണ് ഡെഡ് ആവാൻ ചെയ്ത ചാൻസ് ഉണ്ട്. അത് മനസ്സിലാക്കണം നിങ്ങൾ ആദ്യം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങൾക്ക് ഇനിയും തരുന്നതായിരിക്കും. അപ്പോൾ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. ഓക്കെ.